ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ ഒരു ലിക്വിഡ് ഫെർട്ടിലൈസറാണ്. ഇത് ഞാൻ നേരത്തെ പൊടിച്ച് വെച്ചിരുന്നത് നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. നമ്മുടെ ഉള്ളിത്തോലും പഴത്തിൻ്റെ തൊലിയും മുട്ടത്തോട് പിന്നെ എന്തായിരുന്നു ചെമ്പരത്തിയുടെ ഇല പൂക്കൾ ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഉണക്കി പൊടിച്ചിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരുന്നത്. ഇത് ഡയറക്റ്റായിട്ടും നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം ഞാൻ ഇതുകൊണ്ട് ഒരു ലിക്വിഡ് ഫെർട്ടിലൈസർ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇപ്പം ഇത് നമ്മുടെ കെമിക്കലൊന്നും ചേരാത്തതായതുകൊണ്ട് എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇപ്പം എൻ്റെ ഈ ചെറിയൊരു കുപ്പിയുള്ള, അപ്പോൾ അതിൽ ഞാൻ 2-3 സ്പൂൺ ഇട്ട് നമ്മുടെ കുറച്ച് ശർക്കരയും കൂടെ ചേർത്ത് വയ്ക്കുകയാണ്. ഉള്ളിത്തോലൊക്കെ ആകുമ്പോൾ നല്ല സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ശർക്കര ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അധികം സ്മെല്ലൊന്നും ഉണ്ടാകാതിരിക്കും. അപ്പോൾ ഇത് ഞാൻ ഒരാഴ്ച വരെ വെച്ചിരുന്നാൽ നല്ലതാണ്. ഇപ്പോൾ ഞാനിത് ഒരാഴ്ചയിൽ കൂടുതൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ഞാനിതെടുത്തിപ്പോൾ ചെടികൾക്ക് കൊടുക്കാനായിട്ട് എടുക്കുന്നത്. ഇത് മഴ സമയമായതുകൊണ്ട് ഞാൻ അധികം ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാതെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചാണ് വെച്ചിരുന്നത്. അപ്പോൾ ഇപ്പം മഴ ഇത്തിരി കുറഞ്ഞ് നിൽപ്പുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് നമുക്ക് ചെടികൾക്ക് കൊടുക്കാം. ഡയറക്റ്റ് സ്പ്രേ ചെയ്താലും മതി, പക്ഷേ സ്പ്രേ ചെയ്യാൻ ഇപ്പോൾ സമയമില്ലാത്ത കാരണം ഞാനിങ്ങനെ കുറച്ച് ബക്കറ്റിൽ കുറച്ച് എടുത്തിട്ട് വെക്കുകയാണ്. ഇത് ഞാൻ കലക്കി വെക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഒരു 2 ആഴ്ചയായി ഞാനിങ്ങനെ വെച്ചിട്ട്. 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഇതെടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്നത്, ഒഴിച്ചു കൊടുക്കാൻ എടുക്കുന്നത്. 2 ആഴ്ച ആയപ്പോഴത്തേന് ഇങ്ങനെ ആയിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ മാറി നല്ലപോലെ ഒന്ന് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് വെക്കാമായിരുന്നു. ഞാൻ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാമല്ലോ എന്ന് കരുതിയാണ് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചത്. അപ്പം ഞാൻ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മുടെ ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ കുറച്ചെടുത്ത് ചേർക്കുകയാണ്. കാരണം ഇത് അത്ര കെമിക്കലൊന്നും ചേരാത്തതല്ലേ, നമ്മുടെ ഓർഗാനിക് ഫെർട്ടിലൈസറാണ്. ഓർഗാനിക് ആണെങ്കിലും നമ്മുടെ ഫിഷ് അമിനോ ആസിഡൊക്കെ ഉണ്ടല്ലോ, അത് ഇതുപോലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. ചെടികളൊക്കെ ഉണങ്ങിപ്പോവും. അത് ഞാനൊരു 10-20 ml കൂടുതലൊന്നും ഉപയോഗിക്കാറില്ല. ഇത് ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. നമ്മുടെ മുട്ടത്തോടും ഉള്ളിത്തൊലി അതുപോലൊക്കെ ആയതുകൊണ്ട് ചെടികൾക്ക് കുഴപ്പമൊന്നും വരത്തില്ല. അത് കാരണം ഞാനിങ്ങനെ ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഇത്രയും എടുത്ത് കലക്കി ഉപയോഗിക്കുകയാണ്. അപ്പം പൂക്കൾ ഉണ്ടാകാനൊക്കെ നല്ലൊരു ഫെർട്ടിലൈസറാണ്. എല്ലാം ഉണ്ടല്ലോ, നമ്മുടെ പഴത്തൊലിയും മുട്ടത്തോടും എല്ലാം, റൂട്ടിനും ലീഫിനും ഫ്ലവറിങ് ഉണ്ടാകാനും എല്ലാം നല്ലൊരു വളമാണ്. കുറച്ച് 2 ആഴ്ച വെച്ചിരിക്കുമ്പോൾ അത് കുറച്ചുകൂടെ ഫെർമെൻറ്റേഷൻ ആവുകയും ചെയ്യും. അതിൽ നിന്ന് കുറച്ച് നല്ല എസെൻസ് നമ്മുടെ ചെടികൾക്ക് കിട്ടുകയും ചെയ്യും. ഇത് ഞാൻ ഡയറക്റ്റ് അടപ്പിട്ടാണ് അടച്ച് വെച്ചിരുന്നത് കേട്ടോ. നമ്മൾ തുണി ഇട്ട് കെട്ടി വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഇത് നമ്മുടെ അടീനയും ഗ്രാഫ്റ്റിങ്ങിനും എടുത്തതാണ് കേട്ടോ. അത് 2 ആഴ്ച ആയപ്പോഴത്തേനും അതിൻ്റെ മുകളിൽ നിന്ന് വീണ്ടും ചെയ്യാൻ തുടങ്ങി. ഞാൻ വീണ്ടും അവിടെ കട്ട് ചെയ്തിട്ട് സാഫ് തേച്ച് വെച്ചിരിക്കുകയാണ്. പോയാൽ എൻ്റെ നല്ലൊരു മദർ പ്ലാന്റും നഷ്ടപ്പെട്ടു പോകും. ഞാൻ മഴ സമയത്ത് ഇത് ചെയ്തത് കാരണം ഈ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട്. മഴയാണെങ്കിൽ ഞാൻ അതിനെ ഒട്ടും മഴയത്ത് വെച്ചിട്ടില്ല. വെയിൽ വരുമ്പോൾ ഇതുപോലെ എടുത്ത് വെയിൽ കൊള്ളിച്ചിട്ട് അകത്തെടുത്ത് വെക്കുകയാണ് പതിവ്. ഇത് നമ്മുടെ 10 മണി ചെടികളാണ്. ഇതിലും മഴയായാലും പൂക്കൾ വരുന്നുണ്ട്. ഇനി ഇതിനെല്ലാം ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം. നമ്മൾ പ്രൂൺ ചെയ്ത് മാറ്റി വെച്ചത് കിളിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല, ഇനി അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അതെല്ലാം കിളിർത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു ഗ്രൗണ്ട് ഓർക്കിഡാണ്. അങ്ങനെ കുറേ ചെടികളുണ്ട്. അതിനെല്ലാം കുറേശ്ശെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ റോസാ ചെടി നല്ലപോലെ മുരടിച്ച് നിന്നതായിരുന്നു കേട്ടോ. ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഒരു ഫെർട്ടിലൈസറല്ല, ഒരു കീടനാശിനിയാണ് വീട്ടിലുണ്ടാക്കി. അത് അടിച്ചപ്പോൾ നല്ലപോലെ കിളിർത്തിട്ടുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ ഇതിന് ബാക്കിയുള്ളതിലോട്ട് ഞാൻ കുറച്ചുകൂടെ പൊടി ചേർത്ത് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴ മാറി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. സ്പ്രേ ചെയ്യാൻ ഒരുപാട് സമയം എടുക്കുന്ന കാരണം അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. ഇനി സമയം കിട്ടുമ്പോൾ അതുപോലെ ഒന്ന് സ്പ്രേ ചെയ്തും കൊടുക്കണം. കുറച്ചധികം വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ശർക്കര ഞാൻ ചേർത്തില്ല, സ്മെല്ല് വരുമോ എന്നറിയില്ല. എന്തായാലും ഇങ്ങനെ ഇപ്പം വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.